ഹലോ നമസ്കാരം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ബീഫ് കറിയാണ്. അപ്പോൾ 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചേരുവകൾ ചേർക്കേണ്ടതെന്ന് പറയാം. ആദ്യമായിട്ട് നമ്മൾ ഒരു സ്പൂൺ മല്ലിപ്പൊടി, രണ്ടാമത് ഒരു സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഒരു സ്പൂൺ. നമ്മളിതെല്ലാം കൂടി ഇതിനകത്ത് മിക്സ് ചെയ്യണം. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു സ്പൂണ് ഉപ്പ് നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു ശകലം വെള്ളം ഒഴിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ബീഫിനകത്ത് വെള്ളം വേണ്ട, എന്നാലും അത് വെന്ത് കിട്ടാൻ വേണ്ടി നമ്മൾ കറി ആയതുകൊണ്ടാണ് വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് വേവിച്ചെടുക്കാം. ഇനി അതിൻ്റെ ഗ്രേവി തയ്യാറാക്കുന്നതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ബീഫിൻ്റെ ഗ്രേവിയാണ്. നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായി കഴിഞ്ഞാൽ കടുകിട്ട് പൊട്ടിക്കണം. എണ്ണ ചൂടായി വരുന്നു. നമ്മൾ കടുകിട്ട് കൊടുത്ത് ഒരു 3 വറ്റൽ മുളക് രണ്ടായിട്ട് മുറിച്ചിടുകയാണ്. നമ്മൾ 3 വറ്റൽ മുളക് രണ്ടായിട്ട് മുറിച്ച് ചേർത്ത് കൊടുത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിലോട്ടാക്കി. പിന്നെ അതിന് ശേഷം കറിവേപ്പില നമ്മളിട്ട് ഇതിലേക്ക് നമ്മൾ ഉള്ളി, സവാള നമ്മൾ അരിഞ്ഞ് വെച്ച് ഒരു സവാള നമ്മൾ എടുത്തായിരുന്നു. ആ സവാള നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നല്ലതുപോലെ വഴറ്റിയെടുക്കാനാണ്. അപ്പോൾ നമ്മളിത് പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടി, ചുമന്ന് വരാൻ വേണ്ടി, ഒരു ഗോൾഡൻ പരുവത്തിലാവാൻ വേണ്ടി നമ്മൾ ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മളിത് 1 മിനിറ്റ് അടച്ച് വയ്ക്കും. അതായത് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അടച്ച് വയ്ക്കുന്നത്. 1 മിനിറ്റ് അധികം. 1 മിനിറ്റായി. നമ്മൾ തുറന്നിട്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളിത് കുറച്ചുകൂടെ വഴണ്ട് വരാനുണ്ട്, ചുമക്കാനുണ്ട്. നമ്മളൊരു ചെറിയ ഉള്ളിയും കൂടെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിനകത്ത് ചേർക്കുകയാണ്. ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ഇത് നമ്മൾ അടച്ചു വയ്ക്കുകയാണ് 1 മിനിറ്റൊക്കെ. അപ്പോൾ നമ്മളിതൊരു ഗോൾഡൻ പരുവം ആയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ഉള്ളിയും ഒരു സവാളയും, ഒരു 10 ചെറിയ ഉള്ളിയും ചേർത്തിട്ടുണ്ട്. ഒരു ചെറിയ സവാളയും. നമുക്ക് 1/2 കിലോ ബീഫേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ഗോൾഡൻ കളറിലാക്കി എടുക്കണം. നമ്മളിതിനകത്ത് ഇഞ്ചി, പച്ചമുളക്, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 വെളുത്തുള്ളി, ഇത്രയും കൂടെ നല്ലതുപോലെ ചതച്ചെടുത്തതാണ് നമ്മളിതിലോട്ടിടാൻ പോവുകയാണ്. അത് ഏകദേശം നല്ലതുപോലെ ചുമന്ന്
നല്ല പരുവായിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച 2 തക്കാളി, ചെറിയ 2 തക്കാളിയാണ്. അപ്പോൾ അത് നമ്മൾ ഇതിനകത്ത് ചേർത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിതിൽ വെളിച്ചെണ്ണയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്, ചേർത്ത് കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. നമുക്ക് ഏതെണ്ണയാണ് നമ്മളെ കൈവശമുള്ള ആ എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിന് ഈ തക്കാളി ഇനി വെന്തെടുക്കണം, തക്കാളി വേണം. അപ്പോൾ നമ്മൾ വീണ്ടും അടച്ചു വെക്കുകയാണ്. നോക്കാം. തക്കാളി ഏകദേശം വെന്തടഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ട് ഉടച്ചെടുക്കുക. ഗ്രേവി നല്ല പരുവായി വരുന്നുണ്ട്, മണമായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങ പൂള് ചെറുതായിട്ട് അരിഞ്ഞത് അത് നമ്മൾ ഇതിലൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പൂള് ചെറുതായിട്ട് അരിഞ്ഞത് അരിഞ്ഞ് വെച്ചെടുക്കും. കുറച്ച് നേരം അടച്ചു വയ്ക്കുകയാണ്. ഇതായിട്ടുണ്ട്. ഇനി മസാലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യമേ നമ്മൾ ഇത് കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് 1 സ്പൂൺ കാശ്മീരി ചില്ലി. മല്ലിപ്പൊടി അത് 1 സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. അടുത്തായിട്ട് മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ. ഗരം മസാല അത് 1/4 സ്പൂൺ. നമ്മളിത് മിക്സ് ചെയ്തെടുക്കുകയാണ്. കുറച്ച് നേരം 10 മിനിറ്റ് നമ്മൾ അടച്ചു വയ്ക്കുകയാണ്. മസാല എല്ലാം തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ അവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇവിടെ ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ 1/2 കിലോ ബീഫ് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ബീഫ് കറിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വെള്ളത്തോടു കൂടി കുറച്ച് ചാറിന് വേണ്ടിയാണ് ഞാൻ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തത്. നമുക്കിത് തിളപ്പിച്ചെടുക്കാം. ഇനി നമ്മളിതിൽ ശകലം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ശകലം കുരുമുളക് കൂടി നമ്മൾ ചേർക്കണം. അതായത് ഇതിന് 1 സ്പൂണാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ 3-4 കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതിനകത്ത്. എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്.